സ്വധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വണ്ണിലെ ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയിട്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, പുഷ് ഓർ പുൾ വിച്ച് ഇസ് ഈസിയർ. പുഷ് ചെയ്യാനാണോ പുൾ ചെയ്യാനാണോ ഈസി? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം എല്ലാവരും ഒന്ന് പുഷ് ചെയ്യണം പുൾ ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഫ്രിക്ഷൻ, ഘർഷണ ബലം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഘർഷണ ബലം, ഘർഷണം എന്ന് പറഞ്ഞാൽ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ മോഷൻ ഉണ്ടോ അവിടെ ഏത് ഒബ്ജക്റ്റും ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പം ആ സർഫസും ഒബ്ജക്റ്റും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഒപ്പോസിങ് മോഷൻ, റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഫ്രിക്ഷൻ ഇസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓർ ദ ടെൻഡൻസി ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ കോണ്ടാക്ട് ആൻഡ് ഇറ്റ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദ സർഫസ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഏതൊരു സ്മൂത്ത് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു മൈക്രോസ്കോപ്പിക് വ്യൂ അല്ലെങ്കിൽ ഒരു ലെൻസ് വെച്ചിട്ട് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർഫസിന് ഒരു ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇറഗുലാരിറ്റി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഇറഗുലാരിറ്റീസ് കാരണം അതിലേക്കൂടെയുള്ള ആ സർഫസിലേക്കൂടെയുള്ള ഒരു കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് അതിനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല അല്ലേ? ആ ഫ്രീഡം അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യണത്? ഫ്രിക്ഷനാണ് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. എവിടെ മോഷൻ ഉണ്ടോ, ഈ ഡയറക്ഷനിലാണ് മോഷൻ എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫ്രിക്ഷൻ വിൽ ആക്ട് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. എപ്പോഴും ഓർമ്മിക്കണം അത്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവായിട്ട് എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഓക്കെ, അപ്പം ഫ്രിക്ഷൻ തന്നെ നമ്മൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്താൻ പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുമ്പോൾ എന്താണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെ ലിമിറ്റിംഗ് ഫോഴ്സ് ഉണ്ട്, ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്കൊരു ഒബ്ജക്റ്റ് ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുമ്പോൾ അത് നമ്മൾ സപ്പോസ് അത് മൂവ് ചെയ്യുന്നില്ല. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് ടേബിളിൻ്റെ മുകളിലിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ ബോഡി ഡയഗ്രാംസ് പഠിച്ചതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷനിൽ എല്ലാ ഫോഴ്സസിനെയും കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പം ഞാനൊരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട്, സ്മോൾ എഫ് എന്നുള്ളത് ഫ്രിക്ഷനായിട്ട് എടുക്കാം. അതേസമയം ഇവിടെ ഇതിൻ്റെ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആക്ടിങ് ഡൗൺവേർഡ് ആൻഡ് ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd ലോയിൽ പഠിച്ചിട്ടുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഈ സർഫസിൽ ഒരു ബുക്ക് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് താഴോട്ടാണ്. അപ്പം ആ സർഫസ് ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതാണ് എന്ത്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം എന്തിനാണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കൺസെപ്റ്റിൽ എന്തിനാണ് ഈ എല്ലാ ഫോഴ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഇവിടെ എല്ലാ ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ്, ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഡൗൺവേർഡ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഉണ്ട്. പക്ഷേ ഇത്രയും ഫോഴ്സുകൾ ആക്ട് ചെയ്തിട്ടും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പം അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് എക്സാക്ട്ലി കൗണ്ടർ ബാലൻസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഡ്യൂറിങ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് കോൾഡ് ആസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ പറയാം, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് എക്സാക്ട്ലി കൗണ്ടർ ബാലൻസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഡ്യൂറിങ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വലായിട്ട് അത്രയും കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് എങ്ങനെയൊക്കെ എഴുതാം? W is equal to R. വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഇല്ല ഈ ഒബ്ജക്റ്റിന്. അതേപോലെ ഈ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ബാലൻസിങ് ദ അപ്ലൈഡ് ഫോഴ്സ്. അവിടെയാണ് നമ്മൾ എന്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കും. അപ്പം അതിനെയാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുക.
ഇനി അടുത്ത കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ഈസ് ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് സ്ലൈഡിംഗ് ഓവർ ദ സർഫസ് is called as limiting force of friction. The maximum value of static frictional force which comes into play when a body is just going to start sliding over the surface of another body is called as limiting force of friction. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഞാനൊരു ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു ഒബ്ജക്റ്റിന് എഫ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം സർഫസിൽ എന്തുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഞാൻ ഇനി അതിൻ്റെ ഫോഴ്സ് കൂട്ടാൻ പോവാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഞാൻ ഫോഴ്സ് 2F ആക്കി കൂട്ടിയെന്ന് വെച്ചോ. അപ്പോൾ എന്ത് പറ്റും, അതേപോലെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫോഴ്സ് കൂടും. അതിനെ FS' എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് അതേ ഒബ്ജക്റ്റിന് ഞാൻ 3F കൊടുത്തു. 3F കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഇങ്ങോട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ FS" വരും. അതായത് നമ്മൾ ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ എമൗണ്ടും കൂടി വരും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവിടെ നിൽക്കില്ല. അപ്പോൾ എന്ത് പറ്റും, ആ ഒബ്ജക്റ്റ് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നമ്മളവിടെ ഒരു ടേബിളിലോ ഒരു നിലത്തോ എവിടെയെങ്കിലും നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് തറയിൽ കൈ വെച്ചിട്ടൊന്ന് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഫ്രിക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീൽ ചെയ്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ജസ്റ്റ് അങ്ങനെ വെച്ചൊന്ന് മെല്ലെ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് മൂവ് ചെയ്യില്ല, നന്നായിട്ട് അമർത്തണം. അപ്പോൾ അങ്ങോട്ടത് മൂവ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഫോഴ്സ് കൂട്ടുന്തോറും നമുക്കറിയാം ഇങ്ങോട്ടൊരു ഫോഴ്സ് നമുക്ക് ശരിക്കും കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഫ്ലോറിൽ കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഫോഴ്സ് മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, പിന്നെ ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് എന്ത് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ഈസ് ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് sliding over the surface of another is called the limiting force of friction. ഇനി വരുന്നത് ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൈനാമിക് ആണെന്ന് പറഞ്ഞാൽ എന്താ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ പറയാം ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി മൂവ്സ് ഓവർ ദ അതർ സർഫസ്, ദാറ്റ്സ് കോൾഡ് ആസ് ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലേ, നമുക്കൊരു ഒബ്ജക്റ്റിനെ റോൾ ചെയ്യാനാണല്ലോ നമുക്ക് ഈസി ആയിട്ട് വരിക. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി റോൾസ് ഓവർ ദ അതർ ബോഡി. അപ്പം എപ്പോഴും നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ ഇസ് മച്ച് ലെസ് ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഈ ടയറൊക്കെ പോണത്, ടയർ അല്ലെങ്കിൽ വീൽസ് മൂവ് ചെയ്യണത് ഈ റോളിംഗ് ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ വീൽസ് ഒന്നും സ്ക്വയർ ഷേപ്പിലൊന്നും ഉണ്ടാക്കാറില്ല അല്ലേ, വീൽസ് എപ്പോഴും സർക്കിൾ ആയിട്ടാണ് ഉണ്ടാക്കാറ്. അതെന്തുകൊണ്ടാ, അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആണ് വരിക. വീൽസ് സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയ റോളിംഗ് ഫ്രിക്ഷൻ വരും. റോളിംഗ് ഫ്രിക്ഷൻ കുറവായിരിക്കും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കമ്പാരിറ്റീവ്ലി റോളിംഗ് ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു വീല് ഉണ്ടെന്ന് വെച്ചോളുതാ, ഇതൊരു വീല് പോവുകയാണെങ്കിൽ ഇവിടെ ഇതെന്താണ്, നമ്മുടെ ഒരു ബമ്പിനകത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വീലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അത് അവിടെ സ്റ്റക്കാവും അല്ലേ. പക്ഷെ ഇവിടെ എന്ത് പറ്റും, ഇതങ്ങനെ ജസ്റ്റ് റോൾ ചെയ്തിട്ട് നന്നായിട്ട് പുറത്തേക്ക് വരാൻ പറ്റും, ആ റോളിംഗ് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം അതാണ് എന്ത്, ഒരു ഡിപ്രഷൻ അല്ലേ. നമുക്ക് പറയാം വെൻ എ ബോഡി ഫോർ എക്സാമ്പിൾ എ വീൽ റോൾസ് ഓവർ എ സർഫസ്, ഇറ്റ് പ്രസ്സസ് ദ സർഫസ് ബിലോ ദാറ്റ്. അപ്പോൾ എന്ത് പറ്റും, ആ എവിടെയാണോ ആ ബോഡി അല്ലെങ്കിൽ ആ വീല് മൂവ് ചെയ്യണത് അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവും, ഒരു കുഴി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ബമ്പ് ഉണ്ടാവും അവിടെ. അപ്പോൾ ആ ബമ്പിനുള്ളിലേക്ക് ഈസി ആയിട്ട് വരും എന്ത്, ഈ വീൽ ഷേപ്പ് ആകുമ്പം അല്ലെങ്കിൽ സർക്കുലാർ ഷേപ്പ് ആകുമ്പം ഈസി ആയിട്ട് പുറത്തേക്ക് വരും. പക്ഷെ വേറെ ഒരു റെക്ടാങ്കുലാർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ നമുക്കങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റില്ല ആ സാധനത്തിന് ഈസി ആയിട്ട്. അപ്പം റോളിംഗ് ഫ്രിക്ഷൻ ഇസ് മച്ച് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ
ഒരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറേ ഫ്രീ ബോഡി ഡയഗ്രാം ടെക്നിക്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പം എപ്പോഴും ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാറില്ല അല്ലേ. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യനിലൊന്നും ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആ ഒരു ടേം ആണ് ഇവിടെ മെയിനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സർഫസിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിന് നോക്കാം. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഒരു ഫോഴ്സ് എഫ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു നോക്കാം. അപ്പം മാക്സിമം ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം അടുത്തുള്ള ബാക്കിയുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, പിന്നെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പം നമ്മൾക്ക് ഒരു ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് പറയണതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ടു സർഫസസ്. അപ്പോൾ ഇവിടെ എഫ് എസ് മാക്സിമം ആണ് എന്ത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലേ, ഇസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഈ maximum value of static friction is equal to a constant mu s multiplied by the normal reaction, or mu s is called as the coefficient of static friction. Mu s is equal to fs max divided by the normal reaction. So coefficient of static friction is equal to force of static friction, maximum value of static friction divided by the normal reaction. അപ്പോൾ ഇതിനെ യൂണിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ്? മുകളിലും താഴെ നമുക്ക് സെയിം ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഫോഴ്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് കാരണം അവിടെ യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ mu s is equal to fs max divided by normal reaction. അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ is direct coefficient, the force of kinetic friction is directly proportional to the normal reaction. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ FK എന്ന് എഴുതാം. കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് വരിക? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ FK is directly proportional to R, അല്ലെങ്കിൽ നമുക്ക് FK is equal to mu K multiplied by R, where mu K is the coefficient of kinetic friction. So mu K is equal to ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ആണ്, അതിന് യൂണിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്ത? നമ്മൾ രണ്ട് ഫോഴ്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ടേം പഠിക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും സെയിം ടൈപ്പ് ഓഫ് ഡയഗ്രാമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഒരു സർഫസിൽ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് W is equal to mg acting downward, applied force F1 in this direction. അപ്പോൾ എന്ത് പറ്റും? അപ്ലൈഡ് ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ വെച്ചു. അപ്പോൾ നമ്മുടെ നോർമൽ റിയാക്ഷൻ ഇവിടെ ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R is equal to mg. ഇത് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻറ്റ് നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ എഡീഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടൻറ്റ് കിട്ടും അല്ലേ. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതായത് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ, എവിടെ നോർമൽ റിയാക്ഷൻ? ഇതാണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ. ആംഗിൾ ബിറ്റ്വീൻ normal reaction and resultant of limiting force of friction and normal reaction. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിന് ഒരു P ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ഈ ആംഗിളാണ് എന്ത്? തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിനെ ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാൻ തീറ്റ എന്തായിരിക്കും? ഇത് എഫ് ആണ് അല്ലേ, ഇത് എഫ് ആണ്, ഇത് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്പം ടാൻ ഓഫ് തീറ്റ ഇവിടെ എന്ത് വരും? ഇത് R ആയിരിക്കും, ഇതും എഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. അതേസമയം നമുക്ക് എഫ് ഡിവൈഡഡ് ബൈ R എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു mu s.
ആംഗിൾ ഓഫ് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു mu s. അല്ലെങ്കിൽ നമുക്കറിയാം ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ടാൻജന്റ് ഓഫ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇനി വരുന്ന ഒരു ടേമാണ് ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങളൊരു ഒരു സ്കെയിൽ എടുക്കുക. ഒരു സ്കെയിൽ എടുത്തിട്ട് ഒരു ഇറേസർ എടുക്കുക. ഇറേസർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ സ്കെയിലിനെ ജസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് വെക്കുക. ഓക്കെ, നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇറേസർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ മെല്ലെ പൊന്തിക്കാൻ നോക്കുക. സ്ലോ ആയിട്ട് പൊന്തിക്കുക. സ്ലോ ആയിട്ട് പൊന്തിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് പറ്റും? ഈ ഇറേസർ താഴോട്ട് വീഴാൻ തുടങ്ങും. അതുവരെ അത് വീഴില്ല. ഈ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുമ്പോൾ ഇറേസർ താഴോട്ട് വീഴില്ല. മെല്ലെ നിങ്ങൾ ഒരു എഡ്ജ് ഇവിടെ സ്റ്റേബിളായിട്ട് വെക്കണം. മറ്റേ എഡ്ജാണ് നമ്മൾ പൊന്തിക്കാൻ പോണത് സ്കെയിലിൻ്റെ. അങ്ങനെ പൊന്തിച്ച് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് പറ്റും? ഇറേസർ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതാണ് എന്ത്? ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻക്ലൈൻ പ്ലെയിൻ വിത്ത് ദ ഹൊറിസോണ്ടൽ സർഫസ് സച്ച് ദാറ്റ് the body lying on the inclined plane is just at the verge of sliding is known as angle of repose. അപ്പം ആംഗിൾ ഓഫ് റിപ്പോസ് ഞാൻ ഇതിനെ ആൽഫ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇവിടെ എന്താണ്? ഇത് നോക്കൂ, നമ്മൾ നേരത്തെ വരച്ചതിന് ഡിഫറെൻ്റ് ആണ് ഈ ഡയഗ്രാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എം ജി ഡൗൺവേർഡ് ആണ്, പക്ഷെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഇതാണ് നോർമൽ റിയാക്ഷൻ. നമ്മൾ നേരത്തെ വരച്ചതിലൊക്കെ ഹൊറിസോണ്ടൽ സർഫസിലായിരുന്നു അല്ലേ? അപ്പം നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഇൻ കോൺടാക്റ്റ് ആണ്. അപ്പം എന്ത് പറ്റും? സർഫസ് ഇൻ കോൺടാക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്യണ, നോർമൽ റിയാക്ഷന് ബാലൻസ് ചെയ്യണ കമ്പോണൻ്റ് ഓഫ് വെയിറ്റ് എന്താണ്? എം ജി കോസ് ആൽഫ. ഈ റെസൊല്യൂഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് നമ്മൾ വെക്ടേഴ്സിൽ പഠിച്ചതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിച്ചതാണ് അല്ലേ? ഇത് എം ജി കോസ് ആൽഫയും ഇങ്ങോട്ടുള്ളത് എന്ത് പറ്റും? ഇത് എം ജി സൈൻ ആൽഫ എന്നും വരും. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫോഴ്സ് നമ്മൾ സാധാരണ ജസ്റ്റ് എം ജി ഈസ് ഈക്വൽ ടു ആർ എന്നാണ് എഴുതാറ് ഹൊറിസോണ്ടൽ സർഫസിലാണെങ്കിൽ. പക്ഷേ ഇവിടെ എം ജി താഴോട്ടും നോർമൽ റിയാക്ഷൻ ഫോഴ്സ് നോർമൽ ടു ദ സർഫസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പോണൻറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് എന്തിനെയാണ് ബാലൻസ് ആവുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ ആൽഫ. ആർ ഇസ് ബാലൻസ്ഡ് ബൈ എം ജി കോസ് ആൽഫ. അപ്പം നമ്മുടെ മ്യൂ എസ് എന്താണ്? മ്യൂ എസ് ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ആർ. എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എഫ് എന്താണ്? എം ജി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ എം ജി കോസ് ആൽഫ. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഡിവൈഡഡ് ബൈ ആർ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു എം ജി ക്യാൻസൽ ആവും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താണ്? ടാൻ ആൽഫ എന്ന് കിട്ടും. അപ്പം ആംഗിൾ ഓഫ് റിപ്പോസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടു, മ്യൂ എസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു. അപ്പം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ആയിരുന്നു. അതേപോലെ ഇവിടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിപ്പോസ് എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പുഷിങ് ആണോ പുള്ളിങ് ആണോ ഈസി എന്നുള്ളത് അല്ലേ? അപ്പം ശരിക്കും സയൻറ്റിഫിക്കലി ഇറ്റ്സ് ഈസിയർ ടു പുൾ ദാൻ ടു പുഷ് എ ബോഡി. അപ്പോൾ ഇത് പ്രൂഫായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? വിച്ച് വൺ ഈസ് ഈസിയർ, പുഷ് ഓർ പുൾ? പ്രൂവ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് പി ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോ. ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ഞാൻ പി എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. പി എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ഡയഗ്രത്തിൽ ഞാൻ ഇതൊരു ഒബ്ജക്റ്റ് ഫസ്റ്റ് ഡയഗ്രാം എടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു
പി ഫോഴ്സ്, നമ്മൾ പി എന്ന് എടുക്കുന്നത് എഫ് നമ്മൾ ഫ്രിക്ഷൻ എടുക്കാൻ പോകണം, അത് കാരണമാണ് ഇവിടെ പി എന്ന് എടുക്കുന്നത്. ഓക്കെ, പുഷ് അല്ലെങ്കിൽ പുള്ള് എന്നുള്ളതും അങ്ങനെ എടുക്കാം നമുക്ക്. ഇതിന് ഒബ്ജക്റ്റിൻ്റെ മാസ് ക്യാപിറ്റൽ എം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ് mg. ഇത് ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ഇത് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. നമുക്കപ്പം ഡയറക്റ്റ് ആയിട്ട് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആർ എടുക്കാം. പിന്നെ ഇവിടെ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ത് വരും? ഇത് പി കോസ് തീറ്റ, ഇത് റിസോൾവിങ് ഓഫ് എ വെക്ടർ, ഇത് പി സൈൻ തീറ്റ വരും. അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അലോങ് ദ സർഫസ് എന്ത് വരും? F1 എന്ന് എടുത്തു, അടുത്തതിന് നമുക്ക് F2 എന്ന് എടുക്കാം. അപ്പം നോർമൽ റിയാക്ഷൻ ആർ ഇസ് ബാലൻസ്ഡ് ബൈ, ഇവിടെ എന്താണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് പുള്ള് ചെയ്യാണ് അല്ലേ? ഇങ്ങോട്ട് പുള്ള് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വലിക്കുക. അപ്പം നമുക്ക് ഇക്വേഷൻ എന്താ എഴുതാൻ പറ്റും? ഫസ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു mg മൈനസ് പി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ F1 എന്താ? കൈനറ്റിക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. F1 ഇസ് ഈക്വൽ ടു മ്യൂ കെ മൾട്ടിപ്ലൈഡ് ബൈ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു mg മൈനസ് പി സൈൻ തീറ്റ. ഇനി ഇതെന്താണ്? ഇത് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പുള്ള് ചെയ്യാണ് ഒബ്ജക്റ്റിനെ. ഇതെന്താണ്? പുഷ് ചെയ്യാണ്. ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുമ്പം എന്താണ് പറ്റുന്നത്? പുഷ് ചെയ്യാൻ നമ്മുടെ ഇങ്ങോട്ട് തള്ളുകയാണ് അല്ലേ? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ തള്ളുകയാണ്. അപ്പം ഇങ്ങോട്ടാണ് എന്ത്? പുഷിൻ്റെ ഡയറക്ഷൻ വരും. ബാക്കി ഡയഗ്രാംസ് ഒക്കെ ഇവിടെ എന്ത് പറ്റും? ഇങ്ങോട്ട് mg വരും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ്, നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഫ്രിക്ഷൻ വരിക. അപ്പം ഇവിടെ എങ്ങനെ നമ്മൾ ആംഗിൾ വരക്കും? ഇവിടെ ഇങ്ങോട്ടല്ലേ നമ്മൾ, അപ്പം ഇതാണ് എന്ത്? ശരിക്കും പറഞ്ഞാൽ പി വരുന്നത്, പി വെക്ടർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഈ ആംഗിൾ എത്ര വരും? തീറ്റ വരും. അപ്പം ഇവിടെ പി കോസ് തീറ്റ വരും, ഇങ്ങോട്ട് പി സൈൻ തീറ്റ വരും. അപ്പം ഇവിടെ എന്താ ഡിഫറൻസ് വരിക? പുഷിൻ്റെ കേസിലാവുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു mg പ്ലസ് പി സൈൻ തീറ്റ വരും. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ രണ്ടും ആഡ് ചെയ്യണത്. രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലാകുമ്പോൾ അത് ആഡ് ആവും. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു mg പ്ലസ് പി സൈൻ തീറ്റ. അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ കൂടി എഴുതാം. F2 ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു mg പ്ലസ് പി സൈൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കൂ. മ്യൂ കെ ഇൻറ്റു mg മൈനസ് പി സൈൻ തീറ്റ, മ്യൂ കെ ഇൻറ്റു mg പ്ലസ് പി സൈൻ തീറ്റ. ഈ മ്യൂ കെ ഇൻറ്റു mg വരെ എല്ലാം കോമൺ ആണ്. ആദ്യത്തേതിൽ പുള്ളിൻ്റെ കേസിൽ മൈനസ് പി സൈൻ തീറ്റയാണ്. അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അത് ചെറിയ വാല്യൂ ആവില്ലേ? രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താ ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. എന്ത്? പി സൈൻ തീറ്റ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് പറയാം? F1 ഈസ് ലെസ് ദാൻ F2. എങ്ങനെയാണ് എടുത്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മ്യൂ കെ mg രണ്ട് ടേമിലുണ്ട്. പിന്നെ മൈനസ് പി സൈൻ തീറ്റ, ഇവിടെ പ്ലസ് പി സൈൻ തീറ്റയാണ്. അപ്പോൾ ഈ പ്ലസ് പി സൈൻ തീറ്റ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെന്താണെന്ന് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശരിക്കും പ്ലസ് ആണ്. ഒരു ക്വാണ്ടിറ്റി രണ്ട് ഇക്വേഷനിൽ കോമൺ ആയിട്ടൊരു ടേം ഉണ്ട്. ഒരു ടേമിൽ അതിൽ നിന്ന് ഒരു സബ്ട്രാക്ഷൻ നടക്കണു, മറ്റേ ടേമിൽ അഡീഷൻ നടക്കണം. അപ്പോൾ അഡീഷൻ ചെയ്യുന്ന ടേം ആയിരിക്കുമല്ലോ അധികമായിട്ടുണ്ടാവും എന്തായാലും. അപ്പം രണ്ടാമത്തെ ഫോഴ്സ് ആണ് എന്ത്? കൂടുതൽ. അപ്പം രണ്ടാമത്തെ ഫോഴ്സ് ഏതിലാവുന്നത്? പുഷാണ്. അപ്പം പുഷ് ഇസ് ഗ്രേറ്റർ ദാൻ പുൾ. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വലിക്കണതായിരിക്കും, പുഷ് ചെയ്യണം. തള്ളുന്നതിനെക്കാളും നല്ലത് വലിച്ചോണ്ട് പോകുന്നതായിരിക്കും എന്നാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ പ്രൂഫ് പഠിക്കുക. ഇത് ചോദിക്കാറുണ്ട്, സാധാരണയായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എവിടേക്കാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിനി വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ ഇന്ന് പഠിച്ച എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡൈനാമിക്സ് ഓഫ് യൂണിഫോം സർക്കുലാർ മോഷൻ ആൻഡ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നാണ് നമ്മുടെ ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സർക്കുലാർ മോഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ട്, വെക്ടേഴ്സിൽ പഠിക്കുമ്പോൾ സർക്കുലാർ മോഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് സർക്കുലാർ മോഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലാസ് ഇടുമ്പോൾ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് വരും.
നെക്സ്റ്റ് വീക്ക് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ പോകണമെന്നുള്ള ന്യൂസൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും ഇനി കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇയർ ഉണ്ടാകുമ്പോഴേക്ക് ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ച് തീരുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ യൂണിഫോം സർക്കുലാർ മോഷനും ബാങ്കിങ് ഓഫ് റോഡ്സുമായിട്ട് കാണാം. താങ്ക് യു, ബൈ.